മുനമ്പം മനുഷ്യക്കടത്തിന് LTT ബന്ധം സംശയിച്ച് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട ആലുവ SP ഓഫീസിൽ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയാണ്. ചെറായിലെ റിസോർട്ടിൽ ഇവർ എത്തുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ ലഭിച്ചു. ഈ സ്ഥലങ്ങളിലൊക്കെ പോലീസ് റെയ്ഡ് നടത്തുകയാണ്. ബോട്ടിൽ കടന്നവരുടേതെന്ന് സംശയിക്കുന്ന ഫോട്ടോകളും ന്യൂസ് 8 ലഭിച്ചു. വിവരങ്ങളുമായി CN പ്രകാശും SS ശരണും ചേരുന്നു. ശരൺ, അതുപോലെ തന്നെ പ്രകാശ് ആദ്യം CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഈ സംശയിക്കുന്ന ആളുകളാണോ അവിടെ എത്തുന്നതുമായി ബന്ധപ്പെട്ടതൊക്കെയുള്ള ദൃശ്യങ്ങളാണോ പോലീസിന് ലഭിച്ചിട്ടുള്ളത്? ചെറായിൽ നിന്ന് റിസോർട്ടിൽ നിന്നും ശേഖരിച്ച CCTV ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നവരാണ് ഓസ്ട്രേലിയയിലേക്ക് മനുഷ്യക്കടത്തിൽ പങ്കാളികളായത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ചിറായിൽ ഏതാണ്ട് 50ഓളം പേർ വിവിധ റിസോർട്ടുകളിലായി കഴിഞ്ഞ 2 ആഴ്ചയായി വിവിധ ഡേറ്റുകളിൽ വന്ന് താമസിച്ചിരുന്നു. അവരാണ് ഈ ബോട്ടിൽ കടന്നത് എന്നാണ് സംശയിക്കുന്നത്. ആദ്യം 40 പേർ കടന്നു എന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. പിന്നീട് ഇപ്പോൾ ഏതാണ്ട് 52 പേർ കടന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഒപ്പം ഈ കടന്നവരിൽ തമിഴ് വംശജർ ആയിട്ടുള്ള ശ്രീലങ്കൻകാരടക്കമുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഇവർ താമസിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ അവിടെ LTT ആയി ബന്ധമുള്ള ആളുകളുമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ LTT ബന്ധം ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പോലീസ് സംശയിക്കുകയാണ്. ഈ കളഞ്ഞു കിട്ടിയ ബാഗിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളും അവിടെ നിന്ന് ലഭിച്ച ഫോട്ടോകളുമാണ് ഇപ്പോൾ ന്യൂസ് 8 കാണിക്കുന്നത്. ഒപ്പം ഹാർബറിലെത്തി സംസാരിക്കുന്ന ഈ മനുഷ്യക്കടത്തിൽ പങ്കാളിയായിട്ടുള്ള ആളുകൾ ഹാർബറിലെത്തി സംസാരിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിവിധ റിസോർട്ടുകളിൽ നിന്നും ഒപ്പം തന്നെ 12,000 ലിറ്റർ ഡീസൽ ഇവർ ശേഖരിച്ചിരുന്നു. അത് പെട്രോൾ പമ്പിൽ നിന്നും ശേഖരിച്ചു. അതിന്റെ ദൃശ്യങ്ങളും അതിന്റെ ഫോട്ടോകളടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും അതീവ പ്രാധാന്യമുള്ള ഒരു വിഷയമായതിനാൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആലുവ റൂറൽ SPയുടെ ഓഫീസിൽ യോഗം ചേരുകയാണ്. നാഷണൽ ഏജൻസികളടക്കം ഈ വിഷയത്തിൽ വിവരങ്ങൾ ശേഖരിക്കുകയും അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. NIA അടക്കമുള്ള ഏജൻസികളും ഇന്റലിജൻസ് വിഭാഗവും അടക്കം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു. ഡൽഹിയിലാണ് ഇവർ താമസിക്കുന്നത്. ഇതിൽ ഭൂരിപക്ഷം പേരും ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഇവർ തമിഴ് വംശജരാണ്. ഇവർക്ക് ശ്രീലങ്കയുമായും ബന്ധമുണ്ട്. അതുകൊണ്ടാണ് LTT ബന്ധമടക്കം ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. മനുഷ്യക്കടത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ അവരുടെ CCTV ദൃശ്യങ്ങൾ ഇവരാണ് ബോട്ടിൽ കടന്നത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. റിസോർട്ടിൽ നിന്നും ശേഖരിച്ച CCTV ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരൺ കൂടി ചേരുകയാണ്. ശരൺ, ഏതായാലും ഇപ്പോൾ രാവിലെ നമ്മൾ ബോട്ട് വാങ്ങിയ അയാൾ ചതിയിൽപ്പെട്ടതിൻ്റെ വിവരങ്ങളാണ് ന്യൂസ് 8 പുറത്തു കൊണ്ടുവന്നതെങ്കിൽ ഇപ്പോൾ റിസോർട്ടിലെ ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ഇവരുടെ ചിത്രങ്ങൾ എല്ലാം തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മുമ്പ് സൂചിപ്പിച്ചതുപോലെ റെയ്ഡൊക്കെ കാര്യമായി നടക്കുന്നുണ്ടോ വിവരശേഖരണ പരിപാടികളുമായി? ശരത്ത്, 2 കാര്യങ്ങളാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഒന്ന്, ആലുവ SP ഓഫീസിൽ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ തന്നെ പ്രകാശ് സൂചിപ്പിച്ചതുപോലെ LTT ബന്ധം ഉണ്ട് എന്ന കാര്യം പോലീസ് ഇതിനകം തന്നെ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ SP ഓഫീസിൽ ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് അന്വേഷണ ചുമതലയുള്ള MJ സോജൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ. ഏതായാലും മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ചെറായി ബീച്ചിൽ സമീപമുള്ള റിസോർട്ടുകളിൽ പോലീസ് റെയ്ഡ് നടത്തുന്നു എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബീച്ചിന് സമീപത്തുള്ള ചെറായി ബീച്ചിന് സമീപത്തുള്ള റിസോർട്ടുകളിലാണ് ഇവർ താമസിച്ചിരുന്നത്. 10 അംഗ സംഘങ്ങളായിട്ടാണ് ഇവർ താമസിച്ചിരുന്നത്. ഈ റിസോർട്ടുകളിലെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ പുറത്തുവിട്ടത്. അതിനുശേഷം ഇപ്പോൾ അവിടെ കേന്ദ്രീകരിച്ച്, അതായത് ആ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് റെയ്ഡ് നടത്തുന്നു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ശരത്, ശരി, ശരണും പ്രകാശുമാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ന്യൂസ് 8 പുറത്തു കൊണ്ടുവന്നത്. മനുഷ്യക്കടത്തിന് ഉപയോഗിച്ച ബോട്ടിന്റെ വിവരങ്ങളാണ് ന്യൂസ് 8 ന്യൂസ് റൂം ലൈവിൽ രാവിലെ പുറത്തു കൊണ്ടുവന്നത്. കൊച്ചി സ്വദേശി ജിബിൻ ആന്റണിയുടെ പേരിലുണ്ടായിരുന്ന ബോട്ട് വാങ്ങിയത് 1,02,00,000 രൂപയ്ക്കാണ്. ഡിസംബർ 27 വാങ്ങിയ ബോട്ട് ജനുവരി 7 രജിസ്റ്റർ ചെയ്തു. ചതിയിൽപ്പെടുകയായിരുന്നുവെന്ന് ബോട്ട് ഉടമ അനിൽകുമാർ ന്യൂസ് 8 പറഞ്ഞു. കേരളത്തിൽ മത്സ്യബന്ധനത്തിന് വേണ്ടിയാണ് ബോട്ട് അനിൽകുമാറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത്. യഥാർത്ഥ ഉടമ തമിഴ്നാട് തിരുവള്ളൂർ സ്വദേശി ശ്രീകാന്ത് ണെന്നും അനിൽകുമാർ പറയുന്നു. ബോട്ട് കണ്ടിട്ട് പോലുമില്ലെന്നാണ് അനിൽകുമാറിന്റെ പറച്ചിൽ. ഈ സംഭവമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. എനിക്കുണ്ടായ ബന്ധം എന്ന് പറഞ്ഞാൽ ഈ ശ്രീകാന്തൻ എന്ന് പറയുന്നത് 3 വർഷത്തിന് മുമ്പേ
3 വർഷമായി എൻ്റെ അവിടെ താമസമായിട്ട് ചാവടികൾ എൻ്റെ വീട്ടിൽ 2 കിലോമീറ്റർ ദൂരമുണ്ട്. ആ പുള്ളിക്കാരൻ വസ്തു വാങ്ങാനും മറ്റുള്ള കാര്യത്തിനും ഞാനാണ് സഹായിച്ചത്. അപ്പോൾ ഒരു സ്ഥലം വാങ്ങി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്ഥലം വാങ്ങി. അപ്പോൾ പുള്ളി അവിടെ സെറ്റിലായി പുള്ളിയുടെ മക്കളെല്ലാം സ്കൂളിൽ കൊണ്ട് ചേർക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തും പെരുമാറിയത്. ഇങ്ങനെ ഇരുന്നപ്പോൾ പുള്ളി കുറച്ച് 2017 അതേമാതിരി ഒരു കടലിൽ വള്ളം വലിക്കുന്ന ഒരു ഇത് വാങ്ങി, ട്രാക്ടർ. അതിന് ഞാൻ അവിടെ വാടകയ്ക്ക് കൊടുത്തു, അതിൻ്റെ പൈസ എല്ലാം കൃത്യമായിട്ട് കൊടുത്തു. അതവിടെ വിൽക്കുകയും ചെയ്തു, അതിവിടെ ഇപ്പോൾ ഓടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ജെന്യൂനായിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. ഈ മാസം എന്നോട് പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഫിഷിംഗ് ബോട്ട് എന്തോ വാങ്ങാൻ പോകുന്നതാണ്. ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്, വാങ്ങണം, നല്ല കാര്യം തന്നെ. എന്തെങ്കിലും 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിക്കണം, ഞങ്ങളിവിടെ ബോട്ട് വാങ്ങാൻ നിൽക്കുകയാണ്, ഇവിടെ ID പ്രൂഫുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ രജിസ്റ്റർ ആവുള്ളൂ. വേറെ അനിൽകുമാർ ന്യൂസ് 18നോട് രാവിലെ വെളിപ്പെടുത്തിയ കാര്യമാണ്. എങ്ങനെയാണ് ചതിയിൽപ്പെട്ടത്, എങ്ങനെയാണ് ജിബിൻ ആന്റണിയുടെ ബോട്ട് തിരുവള്ളൂർ സ്വദേശി ശ്രീകാന്ത് വാങ്ങിയപ്പോൾ അതിൽ രജിസ്റ്റേർഡ് ഓണറായി മാറിയത് എന്ന വിവരങ്ങളാണ് ന്യൂസ് 18ലൂടെ വെളിപ്പെടുത്തിയത്. ഈ വിവരങ്ങൾ പോലീസിന് കൈമാറുകയും രേഖകൾ പോലീസിന് നൽകുകയും ഒക്കെ ചെയ്യും എന്നും അനിൽകുമാർ പറയുകയുണ്ടായി. ന്യൂസ് റൂം ലൈവ് അവസാനിക്കുന്നു. നമസ്കാരം.